സി ജോർജിനെതിരെ നിലപാട് കടുപ്പിച്ച കെ എം മാണി. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF-ൽ നിന്നും ജോർജിനെ നീക്കുമെന്നും മാണി. PC ജോർജ് അച്ചടക്കത്തിന്റെ സീമകളെല്ലാം ലംഘിച്ചുവെന്നും മാണി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. ഒന്ന് UDF-ലേക്ക് നിയോഗിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. രണ്ട് ചീഫ് വിപ്പ് സ്ഥാനം നൽകിയതും കേരള കോൺഗ്രസ് നോമിനി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥാനങ്ങളിൽ നിന്നും പിൻവലിക്കാൻ, ഒന്ന് UDF-ന് വിപ്പ് സ്ഥാനത്ത് നിന്ന് പിൻവലിക്കാൻ UDF-നോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ പറയുമ്പോൾ അത് UDF ചെയ്യും. രണ്ട്, കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസിൻ്റെ UDF-ലേക്കുള്ള നോമിനി എന്നുള്ള നിലയിൽ പിൻവലിക്കുവാനും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജനങ്ങളാണെങ്കിലും എന്നോട് ഇപ്പോൾ എല്ലാവരും എന്നെ പ്രതി കൂട്ടി നിർത്തി. എന്താ മാണി സാർ ഇങ്ങനെ എന്താ ഇയാളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോ, ഒന്നുമില്ലേ, ആരും ചോദിക്കാനില്ലേ, ഈ രീതിയിലുള്ള ആളുകളുടെ സംസാരം ഞാനാണ് എന്താ ഇങ്ങനെ മൗനം പാലിക്കുന്നതെന്നൊരു നിലയിലേക്ക് ജനങ്ങൾ തന്നെ ചോദിച്ച് ഒരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം സീമയെല്ലാം ലംഘിച്ച് കിടന്നപ്പോൾ എല്ലാ മര്യാദയുടെയും ലക്ഷ്മണ രേഖ കടന്ന് ഇപ്പോൾ ആക്രമണമായപ്പോൾ എന്താണ് ഒരു ചെറിയ ശിക്ഷ കൊടുക്കാം. ഇതാണ് ചെയ്തിരിക്കുന്നത്. PC ജോർജിനെ ചൊല്ലി തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് തലസ്ഥാനം വേദിയായത്. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി എന്നിവർ മുൻകൈയെടുത്ത എല്ലാ അനുരഞ്ജന ശ്രമങ്ങളും പാളുകയായിരുന്നു. അതേസമയം PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന നിലപാടിൽ ഉറച്ച് മാണി രംഗത്തെത്തി. PC ജോർജിനെ വേറെ പാർട്ടിയിലാക്കി UDF-നെ നിലനിർത്താമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം മാണി തള്ളി. മാണിയുടെ പാർട്ടിയിൽ നിൽക്കാനില്ലെന്ന് PC ജോർജും വ്യക്തമാക്കി. UDF വീണ്ടും യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സെവൻസ് ഫുട്ബോളിന്റെ എല്ലാ ആവേശവും ഉണ്ടായിരുന്നു PC ജോർജിനെ ചൊല്ലി ഇന്ന് തലസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾക്ക്. PC ജോർജ് വിഷയം ചർച്ച ചെയ്യാനായി ഇന്ന് രാവിലെ 8:30 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടാതെ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, PC ജോർജ് എന്നിവർ പങ്കെടുത്തു. ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ചതായുള്ള കത്തുമായി PC ജോർജ് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്കെത്തിയത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ്. ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ PC ജോർജ് മാണിക്കെതിരെ ആഞ്ഞടിച്ചു. അല്ല, മാണി സാർ രാജിവെക്കേണ്ടതില്ല. പക്ഷേ ആത്മാഭിമാനമുള്ളവനെ സ്ഥാനത്ത് വേണ്ടി നിൽക്കുന്നത് അല്ലാത്തതുകൊണ്ട് രാജിവെക്കാൻ ആഗ്രഹിക്കും. ഏതെങ്കിലും നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചല്ലല്ലോ എൻ്റെ പ്രവർത്തനം. ഈ 3 പേർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർ 3 പേരും ചേർന്ന് എന്ത് തീരുമാനമെടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ പ്രവർത്തനം. ജോർജ് ക്ലിഫ് ഹൗസ് വിട്ട ശേഷവും മന്ത്രി കുഞ്ഞാലിക്കുട്ടി മുൻകൈയെടുത്ത് KM മാണിയുമായി ചില അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയെങ്കിലും KM മാണി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആകാംക്ഷ ഉച്ചസ്ഥായിലായി. പിന്നെ എല്ലാ കണ്ണുകളും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക്. ജോർജിനെ വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാണിയുടെ കത്ത് ലഭിച്ചതായുള്ള സ്ഥിരീകരണം മാത്രമാണ് ഉമ്മൻചാണ്ടിയിൽ നിന്നുണ്ടായത്. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്നും UDF-ന്റെ ലൈസൺ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും പിൻവലിക്കുന്നതായിട്ടുള്ള കത്ത് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ KM മാണി തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ വസതിയിൽ മടങ്ങിയെത്തിയ ജോർജ് പഴയ സെക്കുലർ വിഭാഗം നേതാക്കളുമായി ചർച്ച നടത്തി. ജോർജിനെ മാറ്റിയാൽ അരുവിക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞ VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി രംഗത്തെത്തിയതോടെ സംഭവം കൊഴുത്തു. അതിനിടയിൽ ഉച്ചയോടെ വീണ്ടും ജോർജിനെ കൂടിക്കാഴ്ചയ്ക്കായി മുഖ്യമന്ത്രി ക്ഷണിച്ചതോടെ മാധ്യമപ്പട ഒന്നടങ്കം സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു. ചർച്ചയ്ക്ക് ശേഷം ഇരുപക്ഷവും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതോടെ കടുത്ത തീരുമാനങ്ങളൊന്നും തൽക്കാലം വേണ്ട എന്ന നിലപാടിലേക്ക് മുന്നണി നേതൃത്വവും എത്തി. PC ജോർജിനെ വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമോ എന്ന് മുഖ്യമന്ത്രി പറയുമെന്നായിരുന്നു മാണിയുടെ പ്രതികരണം. ഇന്നലെ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ട് ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി പറയട്ടെ, അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കുക. അനുരഞ്ജന നീക്കങ്ങളും പിടിവാശിയും തമ്മിൽ ഏറ്റുമുട്ടി ഇരുപക്ഷത്തിനും ഗോൾ രഹിത സമനില നൽകി PC ജോർജ് ഔദ്യോഗിക വാഹനത്തിൽ തലസ്ഥാനം വിട്ടതോടെ എല്ലാം തൽക്കാലത്തേക്ക് ശാന്തമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കിയേ തീരൂ എന്ന KM മാണിയുടെ കടുംപിടുത്തമാണ് UDF നേതൃത്വം മുൻകൈയെടുത്ത് നടത്തിയ നീക്കങ്ങൾ പാളാൻ കാരണം. PC ജോർജിന് പകരം തോമസ് ഉണ്ണിയാടനെ ചീഫ് വിപ്പ് ആക്കാനാണ് KM മാണിയുടെ ശ്രമം. എന്നാൽ തന്റെ പഴയ പാർട്ടിയായ കേരള കോൺഗ്രസ് സെക്യുലർ പുനരുജ്ജീവിപ്പിക്കാനാണ് PC ജോർജിന്റെ ശ്രമം. PC ജോർജുമായി ഇനി ഒരു തരത്തിലും ഒത്തുപോകാനാവില്ലെന്നതാണ് KM മാണിയുടെ ഉറച്ച നിലപാട്. അനുരഞ്ജന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്ത UDF നേതാക്കന്മാരോട് തന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് PC ജോർജിനെ നീക്കിയ ശേഷം മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് KM മാണി സ്വീകരിച്ചത്. ഇതോടെ മുഴുവൻ അനുനയ ശ്രമങ്ങളും പാളി. ജോർജിനെ വിപ്പ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ ശേഷം തോമസ് ഉണ്ണിയാടനെ ചീഫ് വിപ്പ് സ്ഥാനത്തെത്തിക്കാനുള്ള കരുനീക്കങ്ങൾ മാണി ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാത്രമല്ല UDF-ന്റെ ലൈസൺ കമ്മിറ്റിയിലും ഇനി ജോർജിനെ പാർട്ടി പ്രതിനിധിയായി പങ്കെടുപ്പിക്കില്ല എന്ന നിലപാടിലാണ് മാണി.
മറുപക്ഷത്ത് PC ജോർജും നിലപാട് കടുപ്പിക്കുകയാണ്. മാണിയോടൊപ്പമുള്ള രാഷ്ട്രീയ യാത്ര തനിക്ക് മടുത്തു എന്നും തന്നെ മാണി പാർട്ടിയിൽ നിന്ന് പുറത്താക്കട്ടെ എന്നുമാണ് ജോർജ് മുഖ്യമന്ത്രി അടക്കമുള്ള മുന്നണി നേതൃത്വത്തിന് മുന്നിൽ വെച്ച ഉപാധി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവാതെ തനിക്ക് തൻ്റെ പഴയ പാർട്ടിയായ സെക്കുലർ പുനർജീവിപ്പിക്കാൻ കഴിയുമെന്ന് ജോർജ് കണക്ക് കൂട്ടുന്നു. സെക്കുലർ വിഭാഗവുമായി UDF-നൊപ്പം തന്നെ തുടരാനാകുമെന്ന് ജോർജ് കരുതുകയും ചെയ്യുന്നു. എന്നാൽ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാത്രമേ താൻ ജോർജിനെ നീക്കൂ എന്നും പാർട്ടിയിൽ നിന്ന് യാതൊരു കാരണവശാലും പുറത്താക്കില്ല എന്നാണ് KM മാണിയും വാശി പിടിക്കുന്നത്. KM മാണിയെ നേതാവായി അംഗീകരിക്കാനാവില്ല എന്ന PC ജോർജിന്റെ വാക്കുകൾ മാണിയിൽ അമർഷം വിതച്ചിട്ടുണ്ട്. PC ജോർജിനെ മാണി പുറത്താക്കുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പരസ്യമായ ചില ആരോപണങ്ങളുമായി അദ്ദേഹം രംഗത്തെത്തും. ഈസ്റ്ററിന് ശേഷം ഏപ്രിൽ 15-നകം ചില പുതിയ സംഭവവികാസങ്ങൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയാനുള്ള സാധ്യതകൾ ഒട്ടും വിരളമല്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF തകരുന്നത് ജനങ്ങൾക്ക് ആശ്വാസകരമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനവിരുദ്ധ നയങ്ങളാണ് UDF നടപ്പാക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. വരുന്നവർക്കും പോകുന്നവർക്കും കയറിയിരിക്കാനുള്ള മുന്നണിയല്ല LDF എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. PC ജോർജ് വിഷയത്തിൽ UDF ഊരാക്കുടുക്കിലാണെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ജോർജിനെ പുറത്താക്കിയാൽ ഉമ്മൻചാണ്ടിയെയും കൊണ്ടാകും ജോർജ് പുറത്തു പോവുകയെന്നും കോടിയേരി പ്രതികരിച്ചു. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് UDF ഇപ്പോൾ നിൽക്കുന്നത്. UDF തകർന്നു പോകുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം മാത്രമേ ഉള്ളൂ. കാരണം ജനവിരുദ്ധമായ നടപടി മാത്രമേ ആ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മാണിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രമേശ് ചെന്നിത്തലയും നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഇതൊന്നും അല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ദിവസം UDF പോയിട്ടിരിക്കുക, പിറ്റേ ദിവസം LDF പോയിട്ടിരിക്കുക. അങ്ങനത്തെ ഒരു മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. വരുന്നാക്കും പോന്നാക്കും കാര്യമിരിക്കാൻ പറ്റുന്ന മുന്നണിയല്ല. ഇത് രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അപ്പോൾ ഓരോ സംഭവഗതികളെയും വിലയിരുത്തിക്കൊണ്ട് മാത്രമേ LDF തീരുമാനമെടുക്കുള്ളൂ. LDF-നകത്ത് ആരെ പ്രവേശിപ്പിക്കണം, ആരുമായി ബന്ധപ്പെടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനമെടുക്കുക. ഒരു വലിയ ബോംബ് PC ജോർജിൻ്റെ കയ്യിലുണ്ട്. ആ ബോംബ് പൊട്ടിക്കും എന്ന ഭയമാണ് PC ജോർജിനെതിരായി ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇപ്പോൾ ഗവൺമെൻറ്റും UDF-ഉം ചെന്നുപെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഫലത്തിൽ കേരളത്തിലൊരു സർക്കാർ ഇല്ല. വനിതാ MLA-മാരുടെ പരാതിയിൽ പ്രത്യേകം കേസ് എടുക്കേണ്ടെന്ന് നിയമോപദേശം. പ്രത്യേകം FIR വേണ്ടെന്നും DGP-യുടെ നിയമോപദേശത്തിലുണ്ട്. നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി സ്വീകരിച്ചാൽ മതിയെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസിഫ് അലിയുടെ നിയമോപദേശത്തിൽ പറയുന്നു. മാർച്ച് 13-ന് നിയമസഭയിൽ ഭരണപക്ഷ MLA-മാർ തങ്ങളെ കയ്യേറ്റം ചെയ്യുകയും സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാരോപിച്ച് പ്രതിപക്ഷത്തെ വനിതാ MLA-മാർ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGP-ക്ക് നിയമോപദേശം നൽകിയിരിക്കുന്നത്. നിയമസഭയിൽ നടന്ന സംഘർഷത്തെ തുടർന്ന് നിയമസഭാ സെക്രട്ടേറിയറ്റ് നിലവിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് FIR ഇട്ട് ഈ കേസിൽ അന്വേഷണം നടത്തുന്നുമുണ്ട്. ഇത് നിലനിൽക്കെ വനിതാ MLA-മാർ നൽകിയ പരാതിയിൽ മറ്റൊരു FIR രജിസ്റ്റർ ചെയ്താൽ അത് നിലവിലുള്ള സുപ്രീം കോടതി വിധികളുടെ ലംഘനമാകുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസിഫ് അലി DGP-ക്ക് നൽകിയ നിയമോപദേശത്തിൽ പറയുന്നു. ഭരണപക്ഷ MLA-മാർ തങ്ങളെ ആക്രമിച്ചതായി കാട്ടി പ്രതിപക്ഷത്തെ 4 വനിതാ MLA-മാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ കേസെടുക്കേണ്ടതുണ്ടോ എന്നായിരുന്നു DGP ബാലസുബ്രഹ്മണ്യം ആരാഞ്ഞത്. ഭരണപക്ഷത്തെ ശിവദാസ് നായർ, ഷിബു ബേബി ജോൺ, AT ജോർജ്, MA വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ, പ്രതിപക്ഷത്തെ KS സലീഹ, KK ലതിക, ഗീതാ ഗോപി, ജമീല പ്രകാശം എന്നിവരെ കയ്യേറ്റം ചെയ്തു എന്നായിരുന്നു പരാതി. UDF വിശദീകരണ യോഗത്തിൽ MA വാഹിദ് പരസ്യമായി അധിക്ഷേപിച്ചെന്ന് കാട്ടി ES ബിജിമോൾ MLA നൽകിയ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. തങ്ങൾ നൽകിയ പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്ന നിയമോപദേശവുമായി പോലീസ് മുന്നോട്ട് പോയാൽ പ്രതിപക്ഷവും വനിതാ MLA-മാരും ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരുവിക്കരയിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർട്ടിയിൽ തർക്കമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അരുവിക്കരയിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കാനായി നടന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു സുധീരൻ. ആം ആദ്മി പാർട്ടിയിൽ തർക്കം രൂക്ഷമാകുന്നു. കേജ്രിവാളും കൂട്ടരും കള്ളം പറയുന്നുവെന്നാണ് പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത്. ദേശീയ കൺവീനർ സ്ഥാനമൊഴിയാൻ കേജ്രിവാളിനോട് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. അതേസമയം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും എന്നും ആരോപിച്ച് കേജ്രിവാൾ പക്ഷവും രംഗത്തെത്തി. നാളെ AAP-യുടെ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കാനിരിക്കെയാണ് ഇരുപക്ഷവും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണെയും AAP-യിൽ നിന്നും പുറത്താക്കാനുള്ള പ്രമേയം കേജ്രിവാൾ പക്ഷം നാളത്തെ ദേശീയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും.
ഇതിനു മുമ്പ് ദേശീയ കൗൺസിൽ അംഗങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങൾ കേജ്രിവാൾ പക്ഷം നടത്തുമ്പോഴാണ് യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ആരോപണങ്ങളുമായി വാർത്താസമ്മേളനം നടത്തിയത്. നാളെ നടക്കുന്ന ദേശീയ കൗൺസിൽ യോഗം പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെട്ടു. പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തങ്ങൾക്കെതിരെ കേജ്രിവാളും കൂട്ടരും കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. കേജ്രിവാൾ ദേശീയ കൺവീനർ സ്ഥാനം ഒഴിയണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയുടെ ഭരണഘടന പാർട്ടി വെബ്സൈറ്റിൽ നിന്നും കേജ്രിവാൾ നീക്കി. ഏകാധിപത്യം കൊണ്ടുവരാനാണ് കേജ്രിവാൾ ശ്രമിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. I didn't expect this to happen in our party and certainly not of people of the level who are there in the political affairs committee of the party. Unfortunately, the things that have been said last night are lies, just plain lies. യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും വാർത്താസമ്മേളനം നടത്തിയതിനു പിന്നാലെ കേജ്രിവാൾ പക്ഷവും മറുപടിയുമായി എത്തി. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് പ്രശാന്ത് ഭൂഷണെന്ന് ആശിഷ് കേതൻ കുറ്റപ്പെടുത്തി. ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ നാളത്തെ ദേശീയ കൗൺസിൽ യോഗം നിർണായകമാകും. പാർട്ടിയിൽ നിന്നും കേജ്രിവാൾ പുറത്താക്കട്ടെ എന്നാണ് യോഗേന്ദ്ര പക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2002 ഒരാളുടെ മരണത്തിനും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും കാരണമായ വാഹനാപകട കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ കോടതിയിൽ ഹാജരായി. മുംബൈയിലെ സെഷൻസ് കോടതിയിൽ തന്റെ ഭാഗം വിശദമാക്കാനാണ് സൽമാൻ ഖാൻ എത്തിയത്. താൻ മദ്യപിച്ചിട്ടില്ലായിരുന്നുവെന്നും വാഹനം ഓടിച്ചത് തന്റെ ഡ്രൈവറാണെന്നും സൽമാൻ ഖാൻ കോടതിയിൽ പറഞ്ഞു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് സൽമാൻ ഖാനെതിരെ പോലീസ് കേസെടുത്തിരുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പ് 2002 സെപ്റ്റംബർ 28 രാത്രിയിലുണ്ടായ വാഹനാപകട കേസിലാണ് സൽമാൻ ഖാൻ മുംബൈയിലെ സെഷൻസ് കോടതിയിൽ ഹാജരായത്. CRPC 313 വകുപ്പ് പ്രകാരം കേസിൽ തന്റെ വാദം വിശദമാക്കാനാണ് സൽമാൻ എത്തിയത്. അപകടം നടക്കുമ്പോൾ താനായിരുന്നില്ല, തന്റെ ഡ്രൈവർ അശോകാണ് വാഹനമോടിച്ചതെന്ന് ഖാൻ കോടതിയിൽ പറഞ്ഞു. അപകടം നടന്നയുടൻ താങ്കൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടവരുണ്ടല്ലോ എന്ന പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന് അപകടത്തിൽ വാഹനത്തിന്റെ ഇടതുവശത്തെ ഡോർ തുറക്കാൻ പറ്റാതായതും അതിനാലാണ് ഡ്രൈവിംഗ് സീറ്റ് വഴി പുറത്തിറങ്ങേണ്ടി വന്നതെന്നും സൽമാൻ ഖാൻ വിശദമാക്കി. തന്റെ അംഗരക്ഷകനും ഇതുവഴി തന്നെയാണ് ഇറങ്ങിയത്. കൂടാതെ അപകടം നടന്നയുടൻ താൻ അവിടെ നിന്നും ഓടിപ്പോയി എന്ന വാദവും തെറ്റാണ്. കുറച്ചുനേരം താൻ അവിടെ നിന്നിരുന്നു. അവസാനം തന്റെ ഒരു സഹായി പറഞ്ഞതിന് ശേഷം മാത്രമാണ് താൻ അവിടെ നിന്നും പോയതെന്നും ഖാൻ കോടതിയിൽ പറഞ്ഞു. കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ സൽമാൻ ഖാന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. നേരത്തെ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്തായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയ്ക്ക് കേന്ദ്രസേന ആവശ്യമില്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കരുതെന്നും കേരളം ആവശ്യപ്പെട്ടു. അണക്കെട്ടിന് ബലക്ഷയമുണ്ടായാൽ ബാധിക്കുന്നത് കേരളത്തെ ആയതിനാൽ സംസ്ഥാനം തന്നെ പൂർണ്ണ സുരക്ഷ ഒരുക്കുമെന്നും കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. RSSകാർ ആക്രമിച്ച് കൊലപ്പെടുത്തിയ തൃശൂർ മുല്ലശ്ശേരി തിരുനെല്ലൂർ ഷിഹാബിന്റെ വസതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശനം നടത്തി. RSS നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് പിന്നിലെന്നത് വ്യക്തമാണെന്നും ഇക്കാര്യം അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഫിലിം ചാർട്ടിംഗിൽ അടക്കം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് KSFDC ചെയർമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ. സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നതിനായി ചില അംഗങ്ങൾ ചാർട്ടിങ്ങിനെ ഉപയോഗപ്പെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ പഴയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മുറിയിൽ 1 മണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ വ്യക്തമായ സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചലച്ചിത്രങ്ങൾ ചാർട്ട് ചെയ്യുന്നതിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഇത് ചാർട്ട് ചെയ്യാൻ ഏൽപ്പിച്ച പല ആളുകളും ആ പദവി ഉപയോഗിച്ചുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയില്ല, അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വ്യക്തിപരമായ പരാമർശത്തിലില്ലെന്ന് ആദ്യമേ പറഞ്ഞു. കൈരളി ടിവിയും ഭീമ ജുവൽസും ചേർന്നൊരുക്കുന്ന മെഗാ ഷോ ഉത്സവ് 2015 നാളെ തൊടുപുഴ ന്യൂമാൻ കോളേജ് മൈതാനിയിൽ നടക്കും. പ്രശസ്ത ഗായകരായ MG ശ്രീകുമാർ, അനുരാധ ശ്രീറാം എന്നിവർ നയിക്കുന്ന ഗാനസന്ധ്യയും ചലച്ചിത്ര താരങ്ങളായ റോമ, ഷംന കാസിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള നൃത്തവിരുന്നുമാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 5000-ഓളം പേർ പരിപാടി വീക്ഷിക്കാനുമെത്തും. മലയോര മേഖലയ്ക്കായി കൈരളി TV ഒരുക്കുന്ന ദൃശ്യവിസ്മയം. തൊടുപുഴയിൽ കലാവസന്തത്തിന്റെ വർണ്ണമഴ പെയ്തിറങ്ങുന്ന കലാസന്ധ്യക്കിനി മണിക്കൂറുകൾ മാത്രം.
കൈരളി ഒരുക്കുന്ന മെഗാ ഷോയെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയോര നഗരം. പ്രശസ്ത ഗായകരായ MG ശ്രീകുമാർ, നജീം അർഷാദ്, അനുരാധ ശ്രീറാം തുടങ്ങിയവർ അണിനിരക്കുന്ന ഗാനസന്ധ്യയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഭീമ സ്പോൺസർ ചെയ്യുന്ന കൈരളി പ്രസന്റ് ചെയ്യുന്ന ഉത്സവ് 2015 എന്ന പ്രോഗ്രാം ന്യൂമൻ കോളേജ് ഗ്രൗണ്ടിലുണ്ട്. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ചലച്ചിത്ര താരങ്ങളായ റോമയുടെയും ഷംന കാസിമിന്റെയും നേതൃത്വത്തിൽ പ്രശസ്ത നൃത്ത സംഘം സെറീനൻസ് നൃത്തനൃത്യങ്ങളുമായി വേദിയിലെത്തും. രമേശ് പിഷാരടി, ധർമ്മജൻ തുടങ്ങിയ ഹാസ്യതാരങ്ങൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഹാസ്യപരിപാടികൾ പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കുമെന്ന് ഉറപ്പ്. അവൾ വളർന്ന കാര്യം നാട്ടിൽ പലരും അറിഞ്ഞു. രാവിലെ സ്കൂളിൽ പോയ മിനിമോൾ ഏറെ വൈകിട്ടും തിരികെ വീട്ടിലെത്തിയില്ല. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 5000-ഓളം പേർ കലാപരിപാടികൾ വീക്ഷിക്കാനെത്തും. വൈകിട്ട് 5:30 മന്ത്രി PJ ജോസഫ് തിരിതെളിക്കുന്നതോടെ ഉത്സവ് 2015 തുടക്കമാകും. ജോയ്സ് ജോർജ് MP, KK ജയചന്ദ്രൻ MLA, നഗരസഭാ ചെയർമാൻ AM ഹരിത്, ഭീമ ജുവൽസ് MD ബിന്ദു മാധവ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി ഏപ്രിൽ 15 വിഷുദിനത്തിൽ കൈരളി TV സംപ്രേഷണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ കഥ പറഞ്ഞ് പുതിയ മമ്മൂട്ടി ചിത്രം ഒരുങ്ങുന്നു. സലീം അഹമ്മദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുങ്ങുന്ന പത്തേമാരി എന്ന സിനിമയുടെ ചിത്രീകരണം UAE-യിൽ പുരോഗമിക്കുകയാണ്. സലീം അഹമ്മദിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായുള്ള പത്തേമാരി സിനിമയുടെ പ്രമേയം പ്രവാസ ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മലയാളിയുടെ പ്രവാസ ജീവിതത്തിന്റെ അരനൂറ്റാണ്ടാണ് പത്തേമാരി പറഞ്ഞു വെക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പത്തേമാരിയിൽ ഇവിടെ എത്തി ജീവിതം കരിപ്പിടിപ്പിച്ച 2 പേർ. അവരിലൂടെ UAE-യുടെ ചരിത്രത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് പത്തേമാരി സിനിമയെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. മമ്മൂട്ടിക്കൊപ്പം ശ്രീനിവാസനും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഫുജേറ, ഷാർജ, ബർദുബൈ, ജുമേര എന്നിവിടങ്ങളിൽ പത്തേമാരിയുടെ ചിത്രീകരണം നടന്നു. സിദ്ദിഖ്, ജോയ് മാത്യു, സിദ്ദിഖിന്റെ മകൻ ഷഹീൻ സിദ്ദിഖ് തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ജുവലാണ് നായിക. ക്യാമറ മധു അമ്പാട്ട്. ഹാഷിഖ് TK, സലീം അഹമ്മദ്, സുധീഷ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. റസൂൽ പൂക്കുട്ടിയും സിനിമയിൽ ഒന്നിക്കുന്നു. സംഗീത സംവിധാനം ബിജിപാൽ. UAE-യിലും കേരളത്തിലുമായി ചിത്രീകരിക്കുന്ന സിനിമ മെയ് മാസത്തിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ടി ജമാലുദ്ദീൻ, ദുബായ്. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവുമോ?